ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവര് വന്നപ്പോ ഇവിടെ എല്ലാം മാറി. എനിക്ക് തന്നെ ദേഷ്യം വരുന്നു. നീ എന്റെ ഫേവറേറ്റ് പാലട പായസം ഉണ്ടാക്കിയിട്ട് ഞാന് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. നോക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് കുടിച്ച് നോക്ക്. ഇതാ ഇപ്പൊ വേണ്ട, ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കുക, പിന്നെ കഴിക്കാം. അവിടെ വെച്ചോ. മീറ്റിംഗ് 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 എപ്പൊ നോക്കിയാലും നിനക്ക് ഇതല്ലേ. ഇന്ന് സൺഡേ അല്ലേ, നിനക്ക് ഒന്ന് റിലാക്സ് ചെയ്തൂടെ? നീ മോളെ കണ്ടില്ലേ? നോക്ക്, അവള് നല്ല കളിയോ പുറത്ത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കളിക്കാൻ നല്ല സ്പേസും ഉണ്ട്. സ്പേസ് ഉണ്ട്, പക്ഷെ എന്താ കാര്യം, നല്ല ബഹളാ. എനിക്ക് എന്തിനേലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബഹളം കണ്ട് തലയ്ക്ക് കൊണ്ട് അടിച്ചു കയറാൻ എനിക്ക്. അതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ. നീ എന്ത് ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ ബെഡ്റൂമിൽ തുണികളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ വൃത്തിക്കൊക്കെ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ? എന്റെ പൊന്ന്, അത് മടക്കി വെക്കുന്നതല്ല പ്രശ്നം. അതിന്റെ ഉള്ളിൽ എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫയൽ ഉണ്ടായിരുന്നു. അതിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ ഓർഡർ മൊത്തം പോയി. അതിനെ നല്ല മനസ്സോടെ സഹായിക്കണം വെച്ച് ചെയ്തതാ. അല്ലാണ്ട് നീ ഇങ്ങനെ നല്ലായിരുന്നല്ലോ. നമ്മൾ പണ്ട് ഒരുമിച്ച് കളിച്ചിരുന്നു ചിരിച്ചിരുന്നൊക്കെ നീ മറന്നോ? നീ എന്തിപ്പോ ഇങ്ങനെ? അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ വിഷമം വരിക. നിങ്ങൾ വരുന്നത് നിൽക്കുന്നതൊക്കെ നല്ല കാര്യം, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഉണ്ട്, എന്റെ കുറച്ച് രീതികളുണ്ട്, ഒക്കെ പോയി. നിങ്ങൾ ഈ വെക്കേഷൻ വരുമ്പോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആവുന്നു. എനിക്ക് ഞാനത് കണ്ടുപിടിച്ച് തരാം. നിന്നെ നീ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ അവിടെ നിൽക്കണില്ല. ഞാൻ പോവാ, സോറി. നിനക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? ശരിയാ, ഞാനെന്താ ഇങ്ങനെ? അവളെന്റെ സ്വന്തം ചോരയല്ലേ. അവളോട് ഞാനിങ്ങനെ പറയാൻ പാടുണ്ടോ? വേണ്ടായിരുന്നു. പോവാണോ നീ? പോവാ. ഞങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ തൊഴിലേക്കേടായി നിൽക്കുന്നത്? ഞങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് ഞങ്ങൾ ഇതിനെ അടിപിടിച്ച് നിൽക്കുന്നത്. നിനക്ക് പഴയ വൈബൊന്നും ഇല്ല ഇപ്പൊ. എനിക്ക് ഓഫീസൊക്കെ ആയിട്ട് ഭയങ്കര പ്രഷറിലാ. അതിന്റെ ഇടയില് നിങ്ങളിപ്പോ കയറി വന്നേ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒന്നും തന്നെ സഹിക്കാൻ പറ്റണില്ല. എല്ലാം കൂടി എന്റെ തലയിൽ നിന്ന് പെരുക. എന്നോട് ക്ഷമിക്കണേ, സോറി. ഇനി ഉണ്ടാവില്ല ഇതുപോലെ. എന്തിനാടി? നമ്മൾ ഒന്നല്ലേ, നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ. സൺഡൊക്കെ അല്ലേ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. പക്ഷെ ഇങ്ങനെ പോവാ, ആശ്ചര്യമല്ല അതൊക്കെ. അപ്പൊ ഞാനെന്തിനാ? ഞാനല്ലാതെ പിന്നെ ആര്?